മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മലയാളികളുടെ പ്രിയങ്കരിയായി മഞ്ജു പത്രോസ് എന്ന താരം ഇടം നേടുന്നത്. പിന്നീട് ഏഷ്യാനെറ്റ് റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിലും മത്സരാർത്ഥിയായി മഞ്ജു എത്തി. ബിഗ് ബോസിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ അനുഭവം ഈയിടെ ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ മഞ്ജു തുറന്നു പറഞ്ഞിരുന്നു. ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ബിഗ് ബോസിൽ നമ്മുടെ വികാരങ്ങൾ കളയാൻ പോലും ഇടമില്ല. ബാത്റൂമിൽ പോലും പ്രൈവസിയില്ല. ക്യാമറയില്ലാത്ത ഇടങ്ങളിൽ മൈക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഷോയിൽ പങ്കെടുക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും തോന്നിയിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുവാനോ ആരോടെങ്കിലും ഒരു രഹസ്യം പറയുവാനോ കഴിയില്ലായിരുന്നു. താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് വരെ തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് മഞ്ജു തൻ്റെ ബിഗ് ബോസിലെ അനുഭവം പങ്കുവച്ചത്. പക്ഷെ ഷോയിൽ നിന്നും ഇറങ്ങിയപ്പോൾ കിട്ടിയ അനുഭവം ഒന്ന് വേറെ തന്നെയാണെന്ന് പറഞ്ഞ മഞ്ജു ഇനിയും ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുമെന്നും പറഞ്ഞു. മഞ്ജു പത്രോസ് നിരവധി ടെലിവിഷൻ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. മഴവിൽ മനോരമയിൽ തന്നെ സംപ്രേഷണം ചെയ്ത മറിമായം എന്ന പരമ്പരയിലെ ശ്യാമള എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് അമൃത ടി.വിയിലെ അളിയൻ വേഴ്സസ് അളിയൻ എന്ന സീരിയലിലും മഞ്ജുവിൻ്റെ വേഷം പ്രേക്ഷകർ സ്വീകരിച്ചു. തങ്കം എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു പത്രോസ് ആ സീരിയലിൽ അവതരിപ്പിച്ചത്. സീരിയലിലെ പ്രകടനത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡും മഞ്ജുവിന് ലഭിച്ചിരുന്നു. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തിൽ ജനിച്ചു വളർന്ന മഞ്ജു ഭാരത് മാതാ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ ശേഷമാണ് കലാരംഗത്ത് സജീവമാകുന്നത്. നിരവധി സിനിമകളിലും മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. 2003 ചക്രം എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് ബിഗ് സ്ക്രീനിലെ തുടക്കം. പിന്നീട് 2013 പുറത്തിറങ്ങിയ നോർത്ത് 24 കാതം എന്ന ചിത്രത്തിലും അഭിനയിച്ചു. ടമാർ പടാർ, ജിലേബി, ഉടോപ്പിയിലെ രാജാവ്, ഉറുമ്പുകൾ ഉറങ്ങാറില്ല, മഹേഷിൻ്റെ പ്രതികാരം, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ഉൾട്ട, മൈസാൻഡ, സമീർ, ചങ്ങായിസ് തുടങ്ങിയവയാണ് അഭിനയിച്ചതിലെ പ്രധാന ചിത്രങ്ങൾ. അവളോടൊപ്പം മീര, കനവിലെ കൺമണി എന്ന ഷോർട്ട് ഫിലിമുകളിലും മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. സുനിലാണ് നടിയുടെ ഭർത്താവ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.